ഹായ് ഹലോ. ഇന്നലെ ഞാൻ പോയ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ലക്ഷദ്വീപിൽ നിന്നും വന്നിട്ടുള്ള മിസ്റ്റർ നൂറും നസീറയും അവരുടെ ലക്ഷദ്വീപിലെ കടലിൻ്റെ ഭംഗി നമ്മുടെ കോഴിക്കോട് അവരുടെ പെയിൻറ്റിങ്സിലൂടെ എത്തിച്ചിരിക്കുകയാണ്, കോഴിക്കോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. 30th ഏപ്രിൽ വരെ അവിടെ ഈ പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ എക്സിബിഷൻ നടക്കുന്നത് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി കോഴിക്കോട് വെച്ചിട്ടാണ്. ഈ ഒരു എക്സിബിഷൻ ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ മദനനാണ്. മിസ്റ്റർ മദനനെയും എനിക്കും അർച്ചനയ്ക്കും പരിചയപ്പെടാനായിട്ടൊക്കെ പറ്റി അവിടുന്ന്. പിന്നെ കൂടുതൽ വിശേഷങ്ങൾ അവരുടെ പ്രസംഗത്തിലൂടെയും അവർ കണ്ട ലക്ഷദ്വീപിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മളെ കർത്തവ്യം ഇവിടെ വന്ന് ഓരോരുത്തർക്കും സ്വാഗതം പറയാണ്. ആദ്യമായിട്ട് നമ്മളെ ഈ മഹനീയമായിട്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടുള്ള NKP മുത്തുക്കായ സാർ, അദ്ദേഹത്തിൻ്റെ മകൻ യൂറോപ്പിലോ മറ്റോ പോയ ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടായതുകൊണ്ട് ഓൺലൈൻ വഴിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള സജ്ജീകരണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അല്പം വൈകിപ്പോയത് നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ. 1990 കാലഘട്ടത്തിലാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹങ്ങളെ കുറിച്ചിട്ട് കേൾക്കുന്നതും അവിടെ എത്തുന്നതും. എന്നെ ആദ്യമായി ലക്ഷദ്വീപ് കാണിച്ച, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാള് മുല്ലക്കോയ ലക്ഷദ്വീപിൻ്റെ അക്കാഡമിയുടെ സെക്രട്ടറി ആയിരുന്നു 90 കാലഘട്ടത്തിൽ. അദ്ദേഹം അവിടെ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. ലക്ഷദ്വീപിൻ്റെ കേരളത്തിൽ നിന്ന് ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടിയിട്ട് ലക്ഷദ്വീപിലെ ആദ്യമായി എത്തുന്ന ഒരു മലയാള അധ്യാപകനാണ് ശ്രീ മുല്ലക്കോയ. അങ്ങനെ ആദ്യ യാത്ര ഞാനും ഖാദറും വിജയരാഘവേട്ടനും, ലളിതകലാ അക്കാദമിയുടെ മുമ്പത്തെ ധാരാളം അവാർഡൊക്കെ വാങ്ങിച്ചുള്ള കോഴിക്കോട്ടുള്ള വിജയരാഘവേട്ടനും ഒക്കെ ചേർന്നിട്ടാണ് ആദ്യമായി ഞാൻ ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കപ്പലിലേക്ക് കയറി പോകുന്നത്. നൂറിൻ്റെ ഫാമിലിയായിട്ട് അവരെ കുട്ടികളും അവരെ വീടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് നന്മകളുള്ള ഒരു, ലോകം മുഴുവനും നല്ല വായു തരുന്നൊരു അന്തരീക്ഷമാണ്. ഇത്രയധികം പൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രകൃതി നമുക്ക് എവിടെയും കിട്ടൂല ലോകത്തിൽ. ദ്വീപിൽ വരക്കുന്ന എല്ലാ ചിത്രങ്ങളും എനിക്ക് അയച്ചു തരും. അവിടെ അതിൻ്റെ മതിലിൻ്റെ മേലെ വരക്കുന്നത്. ഇവർ 24 മണിക്കൂറും ചിത്രകലയെ അത്രയധികം ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും മനോഹരമായി വരക്കാൻ കഴിവുള്ളതാണ് നൂറും ഭാര്യയും. വലിയ സന്തോഷം മാത്രം ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ച മദനൻ സാറിന് നന്ദി. KP മുത്തുക്കോയ അഡ്വക്കേറ്റ് അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. മദനൻ സാർ, ബാക്കിയുള്ളവരെ നമസ്കാരം. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് അറിയാമല്ലോ മുഖ്യമന്ത്രി. ചൂടുകാലം മാത്രമല്ല, നാളെ ബന്ധുവാണ്. ഞാനിവിടെ വരാൻ കാരണം, ഞാനൊരു ദ്വീപുകാരനാണെങ്കിൽ, ജന്മം കൊണ്ട് ദ്വീപുകാരനാണെങ്കിൽ കൂടി ജീവിതം മുഴുവൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. 1969 SLC കഴിഞ്ഞിട്ട് +2 പഠിക്കാൻ വന്നത്. 100 ഈ പരിപാടി നടക്കുന്നത് ആർട്ട് ഗാലറി അല്ല എന്ന് പറയുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ നൂറിനോട് ഞാൻ ഒരു അഭ്യർത്ഥന വെക്കുമായിരുന്നു. ഈ പരിപാടി, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കോഴിക്കോടാണ്, ബീച്ച്, അവിടെ സംഘടിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. യൂണിവേഴ്സൽ ആർട്സിൽ പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവുമാണെന്ന് പറയുന്നു. അവരുടെ ജീവിതം നിങ്ങൾ കണ്ടോ? എത്ര സന്തോഷമാണ്, അടുപ്പമുള്ളത്. ഈ ടൗൺ ഹാൾ കാണുമ്പോൾ KP കേശവമേനോനെയും CHനെയും, ലക്ഷദ്വീപിൻ്റെ എല്ലാം 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 ഉണ്ടായത് കോഴിക്കോടാണ്. ആ കോഴിക്കോടിൽ നിന്നും ദ്വീപിനെ മൊഴി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. മദനൻ സാർ ദ്വീപിലേക്ക് പോകുന്നതിനെ പറ്റി പറയുന്നല്ലോ. ഞാനിവിടെ 31 കൊല്ലം എയർ ഇന്ത്യയുടെ മാനേജറായിരുന്നു. കോഴിക്കോട് ലോ കോളേജിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ് എൻ്റെ കുട്ടികൾ. പക്ഷേ ഒരു പക്ഷി ഭക്ഷണം തേടി എവിടെ പോയാലും ഉറങ്ങാൻ ദ്വീപിലേക്ക് പോകുന്നത് പോലെ ഞാൻ എൻ്റെ ഭാര്യയും കുട്ടി ദ്വീപിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുള്ളത് കൊണ്ട് ഇവിടെ വരും.
ലക്ഷദ്വീപും കോഴിക്കോടും തമ്മിലുള്ള ബന്ധം രണ്ടാമതും ജീവൻ നൽകുവാൻ നിങ്ങളുടെ ലോകത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്നതിന് പ്രേരകമായത് പേനയും പെൻസിലുമാണ്. ലോകത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും പ്രേരകമായത് തുടക്കം പേനയും പെൻസിലുമാണ്. എൻ്റെ 100 എല്ലാ ദ്വീപിലെ പരിപാടി ഇപ്പോൾ കൊച്ചി. ഇത് മദനൻ സാർ, എഴുത്തുകാരും വരപ്പുന്നവരുണ്ടല്ലോ, നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റും. കഴിഞ്ഞൊരു 3 വർഷമായി ഇവിടെ നിന്ന് നിർത്തിയ, ബേപ്പൂരിൽ നിന്ന് നിർത്തിയ ദ്വീപിലേക്കുള്ള കപ്പലിൻ്റെ പരിപാടി, ഇതിൻ്റെ പിന്നാലെയാണ് ഞാൻ. കോഴിക്കോട്ട് നിന്ന് ബേപ്പൂരിൽ നിന്ന് ടൂറിസ്റ്റുകാരെ കൊണ്ടുപോയി ഞാൻ. പക്ഷേ ആ വേദന ഞാൻ ഇവിടെ പങ്കുവെക്കുന്നു. നിങ്ങളുടെ വരയും നിങ്ങളുടെ എഴുത്തും നിങ്ങളുടെ പ്രയത്നവും ഈ മൊഴി ചൊല്ലിയ ദ്വീപിനെയും കോഴിക്കോടിനെയും ഒന്നിപ്പിക്കുന്ന ആ പ്രക്രിയയുടെ ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. ഗുഡ് ഈവനിങ്. എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കുന്നില്ലേ? ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശം ആളെ ജീവിച്ചിരുന്നു. അവർക്ക് പ്രകൃതിയാണ് വീടടയ്ക്കുന്നതും തുറക്കുന്നതും. എല്ലാവരും ഒരു ദ്വീപിൽ ജീവിക്കുന്നു. അവര് കേരളത്തിലേക്ക് വരുന്ന അവരുടെ പ്രതിനിധികളാണ്. അവരുടെ പ്രതികള് ഓടം എന്ന് പറയുന്ന കപ്പല്, പായ്ക്കപ്പല് കേരളത്തിൽ വരുന്നു. കേരളത്തിൽ എന്ന് പറയുന്നത് എവിടെയാണ്? കോഴിക്കോട്ടോ മംഗലാപുരത്തോ വരുന്നു. ആളുകൾ കണ്ണൂരിൽ പോകുന്നു. പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ദ്വീപിൽ വന്നു, ചിത്രങ്ങൾ വരച്ചു. ലക്ഷദ്വീപിൽ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരൻ ഈ മദൻ എന്നാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഡോക്ടർ മുല്ലക്കോയ, KP മുത്ത്, ഇവിടെ വന്നിരിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കലാകാരന്മാരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. ഞങ്ങൾക്ക് ഇവിടെ കോഴിക്കോട്ടിൽ മലബാർ ദ്വീപ് വെൽഫെയർ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട്. ഞാനതിൻ്റെ പ്രസിഡൻ്റാണ്. അതിൻ്റെ എല്ലാവിധ ഇതും ചെയ്തിരിക്കുന്നത് മുത്തുകോയ സാറാണ്. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി കബീർ സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട്. കബീർ സാഹിബ് സംസാരിക്കും. ഞങ്ങൾ ഇവിടെ ദ്വീപിലെ കാര്യങ്ങളൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ഒരു ഈ പത്രങ്ങളോ ഒന്നും അവിടെ ഇല്ല. എറണാകുളത്ത് കപ്പലിറങ്ങിയാലും മംഗലാപുരത്ത് കപ്പലിറങ്ങിയാലും എല്ലാവരും വരാം കോഴിക്കോട്ടിലേക്കാണ്. ദ്വീപിൽ ഇതേമാതിരി പല കലാകാരന്മാരുണ്ട്. നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഈ ചിത്രങ്ങൾ ലേഔട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ എത്ര നല്ല കലാകാരന്മാരാണെന്ന്. ഇത് ഇവിടെ കോഴിക്കോടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഇതിനും എല്ലാവിധ പിന്തുണയും നിങ്ങളെ എല്ലാവരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഡോക്ടർ കബീർ അവരെ ക്ഷണിക്കണം. ഇവിടെ നൂറും നസീറയും ഇവിടെ നടത്തുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നൂറും നസീറയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസയ്ക്ക് സിറാജ് കോയ അവരെ. ലക്ഷദ്വീപുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു കലാകാരനാണ്. 100 ദമ്പതികളുടെ ഈ ചിത്രപ്രദർശനം ഞങ്ങൾ കേരളത്തിലുള്ള ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം ദ്വീപിൽ പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കുറച്ചു കാലമായി ദ്വീപിൽ പോയിട്ട് ഇത്രയും ഒരു ദീർഘസമയം വന്നില്ല. ഒരു 5-8 മാസത്തോളായി. അതിനിടയ്ക്ക് ദ്വീപ് ഇങ്ങോട്ട് വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും നല്ല ഉദ്യമമാണ്. മദനേട്ടനും ഞാനും ഷിയാബുക്കയും ഒക്കെ കലാ അക്കാഡമിയിലുള്ളപ്പോൾ ദ്വീപിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ വരകൾ നമ്മളെ അത്ഭുതപ്പെടുത്തി. വരകൾക്ക് അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്. അടുത്തത് ആശംസ അറിയിക്കാൻ 96 ബാച്ചിലെ ശശി മോങ്ങത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഏറെ പ്രിയങ്കരൻ, ഞങ്ങളുടെയൊക്കെ തന്നെ സ്വകാര്യമായിട്ട് നല്ല അഹങ്കാരം കൂടിയായിട്ടുള്ള മദനേട്ടൻ, അതുപോലെ തന്നെ ഉദ്ഘാടകൻ തുക്കോയ സർ, മറ്റ് വേദിയെ സമ്പന്നമാക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ സഹപാഠികൾ, മറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം. നൂറും സഹധർമ്മിണി നസീറയും ചേർന്നുകൊണ്ട് ഒരുക്കുന്ന ആഴങ്ങളും നിറങ്ങളും, അങ്ങനെ ഒരു പേര് തന്നെ വലിയ മാസ്മരികതയും, ലക്ഷദ്വീപിലെ നീലക്കടലിൻ്റെ ആഴങ്ങളും നിറങ്ങളും അനുഭവിക്കാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്നെ വിളിച്ചതിലൊരു സന്തോഷം കൂടെയുണ്ട്. അതുകൊണ്ട് അറിയിച്ചുകൊണ്ട്
എല്ലാ നന്മകളും നേരുകയാണ്. 2 വരി ഞാൻ നൂറിനും സഹധർമ്മിണിക്കൂടെ നൽകുകയാണ്. കെട്ടപ്പെട്ടാവാം ഒരു പക്ഷേ. എത്ര കാലം നാം ഇനി ഇവിടെയുണ്ടാകും, എത്ര കാലം നാം ഇനി ഇവിടെയുണ്ടാകും. NKP സാറായിരുന്നു ഇനാഗുറേഷൻ. പക്ഷേ സാറിന് വരാൻ പറ്റിയില്ല, ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം. എന്തായാലും നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയങ്കരനും നാട്ടുകാരുമായ യുവപർണയിലായും പത്നി നസീറാബിളവും നടത്തുന്ന അവരുടെ ചിത്ര പ്രദർശനം കോഴിക്കോട് നഗരത്തിൽ ഇന്ന് തുടങ്ങുകയാണ്. ലക്ഷദ്വീപിലെ അറിയപ്പെട്ട ചിത്രകാരനും ചിത്രകാരിയുമാണ് ഇവർ. ലോകതലത്തിൽ അംഗീകരിക്കപ്പെടുകയും ഗുജറാത്ത് തുടങ്ങിയ ദേശങ്ങളിൽ പ്രദർശനം നടത്തുകയും ചെയ്തിട്ടുള്ള ഇവർ. ലക്ഷദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യവും സ്വർണ്ണവുമായ അലകൾക്കടിയിലുള്ള കവിട നാടുകളും വർണ്ണമത്സ്യങ്ങളും ഇവരുടെ ചിത്രങ്ങളിൽ പ്രതിഫലിച്ച് കാണുന്നത് ഒരു സ്വാഭാവികമാണല്ലോ. ഈ അനുഗ്രഹീത ചിത്രകാര ദമ്പതികൾക്ക് എന്റെ അകമഴിഞ്ഞ ആശംസ. സൗറാലയത്തിന്റെയും നസീറബീഗത്തിന്റെയും ഈ ചിത്ര പ്രദർശന സംരംഭം ലക്ഷദ്വീപിലെ മറ്റ് കലാകാരന്മാർക്ക് പ്രയോജനം ആവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. പ്രദർശനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.